So hello guys, welcome back. എൻ്റെ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടില്ലേ? നിങ്ങൾ ആരും എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? ഇന്ന് നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു ടാർസൻകാരൻ്റെ ചേട്ടനെ കൂടി ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ടാർസൻകാരൻ്റെ ചേട്ടൻ അനിയനെ എല്ലാത്തിനെയും ഇങ്ങോട്ട് പിടിച്ചിട്ട് അതിന് മുമ്പ് നമുക്ക് നേരെ പോയി നമ്മുടെ കളക്ഷൻ കാണാം. ഇതല്ല നമ്മുടെ കളക്ഷൻ, നമ്മുടെ എന്ത് കളക്ഷൻ അതൊക്കെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെടുത്ത് കണ്ടു നോക്ക്. നമ്മൾ ഈ കുറേ കാർസുണ്ട്, അതിപ്പോൾ മാറ്റിയേക്കണ കാരണം ടാർസൻകാരൻ്റെ ചേട്ടനെ കാണാനാണ്. എന്തായാലും റിയ ഷിൻചാൻ പറഞ്ഞിട്ട് വരാം. റിയ ഷിൻചാൻ പിൻചാൻ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് നമ്മളങ്ങനെ റിയ ഷിൻചാൻ പിൻചാൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ടാർസൻകാരനെ അടിച്ച് മാറ്റാൻ പോകാം. അതിന് മുമ്പ് നമുക്ക് നേരെ പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് ലൊക്കേഷൻ ചോദിച്ചിട്ട് വരാം. കുറേ കാലം ഒരു ടാസ്കൊക്കെ കിട്ടിയിട്ട് ആ ടാസ്ക് ഇട്ടായിരിക്കും അത് നല്ലത്. ഞാനൊരു ഷോർട്സിലാണ് നമ്മൾ സ്പൈഡർമാൻ ആയത്. ആ സ്പൈഡർമാൻ നമ്മൾ എന്തായാലും വീണ്ടും ആവും, അതിൻ്റെ വീഡിയോ എന്തായാലും വരും. അത് നിങ്ങൾ ആ ഷോർട്സ് ഒന്നും കണ്ടിട്ടില്ല, ഇടയ്ക്കൊക്കെ അതൊക്കെ ഒന്ന് കാണുക. എന്താണ് ഗൈസ് ഇങ്ങനെ? എന്തായാലും നമുക്ക് നേരെ വീണ്ടും പറഞ്ഞ് ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ പോയി ടാർസൻകാരുടെ ലൊക്കേഷൻ മേടിച്ചിട്ട് വരാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഈ വട്ടം നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ഡിഫൻഡർ എയർലൈൻസ് ജിജി പോയി. അത് കുഴപ്പമില്ല, അവർ പുറകെ വഴി പറന്ന് കാരണം കൊണ്ട് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് കാണും. ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ്. കാറ് വരെ അമ്പരന്ന് പോയി ഒറ്റ ചാട്ടമൊക്കെയാണ് ഇറങ്ങിയപ്പോൾ. എന്തായാലും ഇനി സമയം വയ്ക്കാതെ നേരെ പോയി ഡൊമിങ്കോസിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചിട്ട് വരാം. എടാ, നീ ആ കാറിന്റെ ലൊക്കേഷൻ അനുസരിച്ചാണ് ഇന്ന് നിനക്കൊരു ഫേവർ തരാം. കാറൊക്കെ ഞാൻ അടിച്ചു വെച്ചാ നീ ആ സ്പൈഡർമാനായി ഒരു ദിവസം ജീവിച്ചാ മതി. ഓക്കെ ആണോ? എനിക്ക് ഓക്കെ അല്ല, ഡബിൾ ഓക്കെ. എന്നാ ശരി, നീ വിട്ടോ. സ്പൈഡർമാൻ ആവണ വേറെ വീഡിയോന്റെ ആവശ്യമില്ല. നമ്മളിപ്പൊ തന്നെ നേരെ സ്പൈഡർമാൻ ആവുകയാണ്. നിങ്ങൾക്ക് ചിക്കാ എനിക്കിനി വലിയ പണിയൊന്നും ചെയ്യേണ്ട കാര്യം. ഡൊമിങ്കോസ് പോയി അടിച്ചു വെച്ചോളും. എന്നാലും ഈ ഡൊമിങ്കോസ് വെറുതെ സ്പൈഡർമാൻ്റെ ലോകത്തേക്ക് പോകാൻ പറയാൻ പറ്റും ഗൈസ്. എന്തായാലും അവൻ അതിൻ്റെ പുറകിൽ എന്തൊരു കാരണം ഉണ്ടാവും. ആ കാരണം ഭയങ്കരമായിരിക്കും. അയ്യോ റൈൻ സ്കിൽസ് പൊളിഞ്ഞ് ഞാനെന്തിനെ പുറത്തേക്ക് ഇറങ്ങും? എനിക്ക് വല്ല വട്ടുണ്ടോ? എന്തായാലും ഗൈസ് നമുക്ക് നേരെ നമ്മുടെ സ്പൈഡർമാൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ നമ്മളാണ് സ്പൈഡർമാൻ. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ സ്പൈഡർമാൻ എന്താണ് നമ്മുടെ അയൺമാൻ്റെ കൂടെ ഒരു മിഷന് പോയേക്കാണ്. അങ്ങനെ സ്പൈഡർമാൻ ജോബ് വേക്കൻസിയിലേക്ക് ആളെ വിളിച്ച ഞാനാണ് ഗൈസ്. ഇത് പറയാം വിഷയമാണ്. ഓരോ ദിവസം ഓരോ ആൾക്കാരാണ്. ഇന്നലെ മിനിങ്ങാന്ന് ഞാനായിരുന്നു, ഇന്നും ഞാനാ. എന്ത് പറയാനാ? നമുക്ക് എന്തായാലും നേരെ സ്പൈഡർമാനിലോട്ട്. സോ ഗൈസ് നമ്മളങ്ങനെ സ്പൈഡർമാൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കറങ്ങി വെക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് മിഷനൊക്കെ ചെയ്യണം. ഇത് പറയണ നമ്മുടെ വെബിൻ്റെ വാർക്ക സീനാന്ന് അറിയാമല്ലോ. ഫ്ലാഷ് പോലെയാണ് നമ്മൾ എത്തണം. ഇതെന്താ പണി? ഈ സാധനങ്ങളുടെ അടുത്തൊക്കെ പോയാൽ നമുക്ക് എന്തോ കിട്ടുന്ന പറയണേ. ഞാൻ പ്രോയാണ്, ഞാൻ സ്പീഡിൽ ചെല്ലും. കണ്ട എന്ത് പറയാൻ, എന്താ എനിക്ക് പോകാൻ പറ്റാത്ത? ആൾക്കാരുടെ അടുത്ത് തള്ളി വിട്ടിട്ട് എന്താ പോകാൻ പറ്റാത്ത എനിക്ക്? പോയി ഇനി നമുക്ക് ആ 2 ടാർഗറ്റ് ഉണ്ടെന്ന് തോന്നണം. ഇതടിച്ചാൽ ഇത് പറയാം നമ്മളെ വിഷയാന്നറിയാലോ. ഇനി ആ 3ാമത്തെ എന്താ 5ാമത്തെ ടാർഗറ്റ് ഇവിടെ എത്തി. നമ്മൾ ടാർഗറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇന്നൊക്കെ ഇവിടുത്തെ സംഭവം ഓഫ് ചെയ്യാണ്ട് എനിക്ക് വന്ന് ഇവിടുത്തെ പവറാന്നാണ് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നേരെ പറന്ന് സ്പീഡിലൊക്കെ അങ്ങോട്ടൊക്കെ പറന്ന് പോകാം ഗൈസ്. നമ്മുടെ വെബിങ് ഷൂട്ടിംഗ് പവറൊക്കെ ഭയങ്കര വിഷയമാണെന്ന് അറിയാലോ, പിന്നെ പറയണ്ട. അങ്ങനെ നമ്മൾ അവസാനം ഓഫ് ചെയ്യണമെങ്കിൽ ഇത് മാച്ച് ചെയ്യണം. സ്പീഡിൽ മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തുവാ ഗൈസ് ഇവിടെ നടക്കണേ? ഇത് തലയോട്ടിയോ? ഡേഞ്ചറാണ് ഈ ഡേഞ്ചർ. നമ്മൾ അങ്ങോട്ടാണ് ഈ പോകാൻ പോണത്. തലയോട്ടി കാണിച്ച് എന്നാൽ പേടിപ്പിക്കാൻ പറ്റില്ല മക്കളെ. നമുക്കെന്തായാലും നേരെ ചാടിപ്പോയി അവിടെ എന്താ പ്രശ്നം എന്നൊക്കെ നോക്കിയിട്ട് എന്താ വയലറ്റ് കളറ്. സോ ഗൈസ് നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ ചെയ്തത് രാത്രിയായ എന്താ പരിപാടി? ഇതിൻ്റെ ശവങ്ങളൊക്കെ ഇരിക്കുന്ന പെടക്കണ മീനായ വിഷയമുള്ള ഇവർക്ക് ആരാധറിയില്ല. ഞാൻ അടിച്ചെല്ലാത്തിൻ്റെ മലത്തില്ലേ മലത്തി. തിരിച്ചടിക്ക. സീനൊന്നുമില്ല അടിച്ചെടുത്ത് അത്രേ ഉള്ളു. ഞാൻ ചത്തേ. സോ ഗൈസ് ജയിച്ചോലുണ്ടോ? ഇവിടെയാണ് ഞാൻ നേരെ വന്ന് തിരിച്ചു വീണ്. ഞാൻ ചത്തുപോയി. വലിയ വീരവാദമൊക്കെ അടിച്ചു വന്ന് ഇറങ്ങിയാണ്.
എന്ത് പറയാനാ, ഡൊമിങ്കോസ് അല്ലേ കാറ് വന്നിട്ടുണ്ടെന്നാ. സോ ഗൈസ് നമ്മുടെ കാർ എങ്ങനെയാണ് ഡൊമിങ്കോസിൻ്റെ അടുത്ത് അവൻ എന്താ അവനെ അടിച്ചു മാറ്റി വെച്ചിട്ട് അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ പറഞ്ഞാലും ശരിക്കും അവൻ മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയാ. അവൻ്റെ വീടിൻ്റെ പുറകിൽ എന്താണ് ടാർസൻ കാറ് കിടക്കേണ്ടതാണ്. എന്തായാലും പമ്പരം കറങ്ങണമല്ലോ കറങ്ങി. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഡിഫൻഡർ എയർലൈൻസ് വഴി താഴെ വീണു. ഡിഫൻഡറിനെ അങ്ങോട്ട് വേണം. നമ്മൾ വെച്ച് ഈഗോ പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ വലിച്ചറിയാം. എന്താണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. സാധാരണ എന്ത് ചെയ്യും, ഇത് ഇവിടെ ഇട്ടിട്ട് ഈ ഡിഫൻഡർ എടുത്തുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഇത് ഞങ്ങോട്ട് നശിപ്പിക്കും. എന്താടായി അതടുത്തുനിന്ന് വിളിച്ച് ശൈലേന്ദ്ര കുറച്ച് അക്കന്ന് നിന്നിയാ. അയ്യോ കാറ് പോയി, എൻ്റെ കാറ് പോയി. ഈഗോ പണി തന്നു കൈസ്. എന്തായാലും നമുക്ക് നേരെ ചാടി ചാടി പോവാം. എന്ത് ഞൊണ്ടി പോകുമ്പോൾ നാളെ ആവുമല്ലോ ഇത്. ഗേറ്റ് ചാടാം. ചാടിക്കോ. സെൻസർ ഗേറ്റ് ഓപ്പണായി. നിങ്ങൾക്ക് പുറത്ത് പോയി അവിടെ കാർ എടുക്കാം. സോ ഗൈസ് ഇതാണ് നമ്മുടെ ടാർസൻ കാറ്. ഇത് എമറാൾഡ് വേർഷനാണ്. എൻ്റെ മോനെ എന്ത് ഇജാതി ലുക്കാണല്ലേ. ഇനിയും ഇത് മറ്റേ നമ്മുടെ റോഡ് ഷോസിന് എമറാൾഡ് വേർഷൻ ഇല്ല ഗൈസ്. അത് കാരണം ഇതുവരെ വീഡിയോ ഇല്ല സാർ. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ്. അത് കാരണം ഞാൻ പറയാമായിരുന്നു. ഇപ്പം വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോയിട്ട് റിയൊക്കെ ഷിൻചാൻ പിൻചാൻ ഇത് കാണിച്ചു കൊടുക്കാം. എന്താണെന്നറിയില്ലേ, ഒരു ദിവസം കഴിഞ്ഞില്ലേ ഞാൻ സ്പൈഡർമാനായി ജീവിച്ച് ചത്തു വന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്ന്. ഇത് ഈ കാറ് കിടക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ തന്നെയാണ് പാർക്ക് ചെയ്തത്. എനിക്ക് മടിയായിട്ട് ഞാനിങ്ങനെ വെറുതെ കാട്ടിക്കൂട്ടി വെച്ചേക്കാണ്. എന്തായാലും നമുക്ക് നേരെ ഇപ്പം ഇതൊക്കെ അങ്ങോട്ട് ശരിയാക്കി വെച്ചേക്കാം. ഇപ്പം ശരിയാക്കാൻ പറ്റിയില്ലേ പിന്നെ എപ്പം ശരിയാക്കാണ് ഗൈസ്. നമ്മളെ തെറ്റൊക്കെ അപ്പം തന്നെ നമ്മൾ തിരുത്തണം. അതാണ് എൻ്റെ പോളിസി. എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി പോളിസികളൊക്കെ ഉണ്ട്. എന്ത് പറയാനാ, ഞാൻ ഭയങ്കരനല്ലേ. എന്തായാലും നമുക്ക് നേരെ ഇതങ്ങോട്ട് പാർക്ക് ചെയ്ത് റിയയുടെ ഷിൻചാൻ്റെയും പിൻചാൻ്റെയും അങ്ങോട്ട് പോയി ഈ കാർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. അവരൊക്കെ എന്താണ് കണ്ണും തള്ളി കണ്ണിൻ്റെ ഐബോൾസൊക്കെ പുറത്ത് നിന്ന് ഇവിടെ കിടന്ന് തുള്ളിച്ചാടും. അത്ര സീനാണ് ഞാൻ പറയാനാ. ഇത് ഇത്രയൊക്കെ മതി. എനിക്ക് പാർക്ക് ചെയ്ത് നടക്കണില്ലേ തേങ്ങ. എന്തായാലും നമുക്ക് നേരെ റിയയുടെ ഷിൻചാൻ പിൻചാൻ്റെ അടുത്തേക്ക് പോവാം. ഇപ്പോൾ സീനൊന്നുമില്ല. സ്റ്റെപ്പ് കയറാൻ എനിക്ക് ഇഷ്ടമല്ല. ഇത് എലിവേറ്റർ ആക്കാൻ ഗൈസ്. പേടിക്കണ്ട, ഞാൻ റിച്ചല്ലേ. റിയ ഷിൻചാൻ പിൻചാൻ്റെ അടുത്ത് റിയ ഷിൻചാൻ പിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരും. റിയ ഷിൻചാൻ പിൻചാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് നേരെ പോയി താഴെ വെയിറ്റ് ചെയ്യാം. റിയ ഷിൻചാൻ പിൻചാനൊക്കെ വരുമെന്ന് നോക്കി. ഈ കാറിൻ്റെ ഡോർ എന്തോ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കാർ കുറച്ച് അറേഞ്ച് ചെയ്തിടാം. സോ ഗൈസ് റിയ ഷിൻചാൻ പിൻചാൻ്റെ റിയ ഷിൻചാൻ പിൻചാൻ എങ്ങനെയാണ് നമ്മുടെ എമറാൾഡ് കാർ പൊളിയല്ലേ അല്ലേ. പറയാല്ലേ ഫ്രണ്ട്, ഇജാതി കാറ് തന്നെ. എന്നെ ഇങ്ങനെ പൊക്കി പൊക്കി നിങ്ങൾ എയറിലാക്കുവോ? ഏറൊന്നാക്കത്തില്ല. സോ ഗൈസ് നമ്മുടെ കാർ നിങ്ങൾക്ക് ഈ കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്ക്. എൻ്റെ വീഡിയോ കണ്ടില്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ.